നമസ്കാരം. ന്യൂസ് ഗ്ലോബ് ടി വിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. മലയാള സിനിമാ രംഗത്ത് ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്ന ലഹരി ഉപയോഗത്തെക്കുറിച്ച് സമൂഹ മാധ്യമങ്ങളും സമൂഹവുമൊക്കെ വളരെ ശക്തിയായി സംസാരിക്കുന്നു, പ്രതികരിക്കുന്നു. മയക്കുമരുന്നിനെതിരെ ഒരുപാട് പേർ ജാഗരൂകരായി രംഗത്തുണ്ട്. 24 ചാനലിലെ ആർ ശ്രീകണ്ഠൻ നായർ അദ്ദേഹത്തിൻ്റെ മാധ്യമ രംഗത്തെ 40 വർഷത്തെ ആ പരിചയം, അല്ലെങ്കിൽ 40 വർഷം തികഞ്ഞ ആ സമയത്ത് കേരളത്തിലുടനീളം സഞ്ചരിച്ച് ഈ ലഹരിക്കെതിരെ പ്രചരണം പോലും നടത്തുന്നു. മന്ത്രിമാരും സാമൂഹിക പരിഷ്കർത്താക്കൾ എന്നൊക്കെ അവകാശപ്പെടുന്ന ആളുകളുമൊക്കെ ഈ ലഹരിക്കെതിരെ ആഞ്ഞടിക്കുന്നു. അപ്പോഴിതാ സിനിമയിൽ വീണ്ടും ലഹരി ഉപയോഗിച്ച കേസിൽ പോലീസ് വന്നപ്പോൾ 3-ാം നിലയിൽ നിന്ന് താഴെ സ്വിമ്മിംഗ് പൂളിലേക്ക് എടുത്തു ചാടി അവിടെ നിന്നും റീല് ചെയ്ത നമ്മുടെ ഷൈൻ ടോം ചാക്കോയൊക്കെ ഈ കേസ് മുഴുകിയിരുന്നപ്പോൾ ഒരുപാട് പേർ പരോക്ഷമായും പ്രത്യക്ഷമായും അയാളെ അനുകൂലിച്ചും അയാളെ എയറിൽ കയറ്റിയുമൊക്കെ ഒരുപാട് പേർ രംഗത്ത് വന്നു. ഏറ്റവും കൂടുതൽ അയാളെ അനുകൂലിച്ചത് മാല പാർവതി എന്ന നടിയാണ്. മാല പാർവതിയെ കുറിച്ച് കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല. കാരണം മാല പാർവതി പറഞ്ഞ ചില വാക്കുകളൊക്കെ നിങ്ങൾക്ക് ആദ്യം ഒന്ന് കേൾക്കാം. ഇപ്പോൾ സ്ത്രീകളുടെ ഒരു പ്രത്യേകത വെച്ചിട്ട് ആൾക്കാർ വന്ന് കൂടെ വരുവോ, കിടക്കുവോ, വരുവോ, ഇവിടെ വരുവോ എന്നൊക്കെ ചോദിക്കും. ഭയങ്കരമായിട്ട് പെൺകുട്ടികളങ്ങ് ഹാസിൽഡായി, അയ്യോ അവരങ്ങനെ തൊട്ടു ഇങ്ങനെ തൊട്ടു, ഇനി എന്ത് ചെയ്യും, എന്ത് ചെയ്യും, ഒന്നും ചെയ്യൂല, പോടാ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ജോലിയാണ്. അത് അവരുടെ ആവശ്യമാണ്. അപ്പൊ അങ്ങനെ ആൾക്കാരുള്ളത് കൊണ്ട് നമ്മൾ വീട്ടിൽ ഇരിക്കാൻ തീരുമാനിച്ചാൽ നമ്മുടെ ജീവിതകാലം മുഴുവൻ ഇരിക്കും. ഇത് മാനേജ് ചെയ്യാൻ നമ്മൾ പഠിക്കേണ്ട ഒരു സ്കില്ലാണ്. ഒരു കളിത ഭാഷ പോലും മനസ്സിലാകത്തില്ല. എന്തെങ്കിലും ഒന്ന് കാര്യം ചോദിച്ചു കഴിഞ്ഞാൽ ബ്ലൗസ് ഒന്ന് ശരിയാക്കണം, ഞാനും കൂടെ വരട്ടെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അയ്യോ അത് ഭയങ്കര സ്ട്രെസ്സായിപ്പോയി, എല്ലാം അങ്ങ് തകർന്നു പോയി, അങ്ങനെയൊക്കെ എന്താ പടാന്ന് പറഞ്ഞാൽ പോരെ, പടാന്ന് പറഞ്ഞാൽ കഴിയുന്ന കാര്യമല്ലേ. അതൊക്കെ ഒരു വലിയ വിഷയമായിട്ട് മനസ്സിൽ കൊണ്ടു നടക്കേണ്ട കാര്യമുണ്ടോ? നമ്മള് നമ്മൾ റോഡിലോട്ട് ഇറങ്ങുമ്പോൾ ലോറി വരും, ബസ് വരും. അപ്പൊ ലോറി വന്നതിന്റെ പേര് നമ്മൾ റോഡ് ക്രോസ് ചെയ്തില്ല, നമ്മൾ ഇറങ്ങി നടന്നില്ല എന്ന് പറഞ്ഞാൽ നമുക്ക് ജീവിതത്തിൽ പോയാൽ ആർക്കാ നഷ്ടം വരിക? എങ്ങനെയാണോ റോഡ് ക്രോസ് ചെയ്യുമ്പോൾ ലോറിയും ബസ്സും ട്രെയിലർ വലിയ വണ്ടിയും ഒക്കെ പോകുമ്പോൾ നമ്മൾ പറഞ്ഞ വണ്ടി റോഡ് ക്രോസ് ചെയ്ത് അപ്പുറത്ത് ഇറങ്ങുന്നത് ഒന്നും തട്ടാതല്ലേ? അതേപോലെ ഈ ചോദ്യങ്ങളുടെ ഒക്കെ ഇടയിൽ കൂടെ നമുക്ക് പോകാൻ പറ്റും. സ്ത്രീകൾ ഇരുന്നെടുത്തു എന്നെ ഇങ്ങനെ ശകല സ്ഥലം തന്നിട്ട് അവിടെ ഇരുന്നോളാൻ പറഞ്ഞു. അപ്പൊ ഞാൻ അവിടെ ഇങ്ങനെ ഇരുന്നപ്പോ ബസ് കയറിയ ആൾക്കാര് ഞാൻ ഇങ്ങനെ കുഞ്ഞിരിക്കുവായിരുന്നു. മാല പറഞ്ഞു കേട്ടല്ലോ. ആരെങ്കിലും സിനിമയിൽ നിന്നോ, അല്ലെങ്കിൽ സിനിമയിൽ നിന്ന് പ്രത്യേകിച്ച് പറയുന്നില്ല, നിങ്ങളോട് അല്ല ഒരു പെൺകുട്ടിയോട് ഞാൻ നിങ്ങളുടെ കൂടെ കിടക്കാൻ വരട്ടെയോ, താല്പര്യമുണ്ടോ, നിങ്ങളുടെ ബ്ലൗസ് തയ്പ്പിക്കാൻ ഞാനും വരാം, വേണമെങ്കിൽ അളവെടുത്ത് തരാം എന്നൊക്കെ ചോദിച്ചാൽ ഇതൊരു തമാശയായി കാണണം. ഇതൊക്കെ ഒരു കുട്ടിക്കളിയല്ലേ? കുട്ടിക്കളി ആയതുകൊണ്ട് ഇത് തമാശയായി തന്നെ കാണണം. മാല പാർവതിയോട് ആരെങ്കിലും താങ്കൾ എൻ്റെ കൂടെ കിടക്കാൻ വരുന്നോ, നമുക്കൊന്ന് ഒരുമിച്ച് കൂടാം എന്ന് ചോദിച്ചാൽ മാല പാർവതിക്ക് അതൊരു തമാശയാണ്. അതുകൂടാതെ മാല പാർവതി പറയുന്നു, നമ്മൾ റോഡിലേക്ക് ഇറങ്ങിയാൽ ബസ് വരും, ലോറി വരും എന്ന് കരുതി നമ്മൾ റോഡിലേക്ക് ഇറങ്ങാതിരിക്കുമോ? മാല പാർവതി മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അങ്ങനെ റോഡിലൂടെ സഞ്ചരിക്കുമ്പോൾ ബസ്സും ലോറിയും മാത്രമല്ല, ചിലപ്പോൾ ബുൾഡോസർ വരെ വന്ന് കയറി ഇറങ്ങി പോകും. അതങ്ങനെയാണല്ലോ. അതുകൊണ്ട് മാല പാർവതി റോഡിലൂടെ തന്നെ ഇറങ്ങുക, അല്ലെങ്കിൽ മാല പാർവതി കൂടെ കിടക്കാൻ വരുന്നു എന്ന് ആരെങ്കിലും ചോദിക്കുമ്പോൾ അത് തമാശയായിട്ട് കളഞ്ഞേക്കുക. അല്ലെങ്കിൽ ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ നിങ്ങൾ തന്നെ പറഞ്ഞു, അടുത്ത് നിന്ന ഏതോ ഒരു ആൾ നിങ്ങളുടെ ശരീരത്തേക്ക് ശുക്ലം തെറിപ്പിച്ചു എന്ന് പറഞ്ഞു. അത് വീട്ടിൽ പോയി ആ ഡ്രസ്സ് കഴുകിയിട്ടതാണെന്നാണ് പറഞ്ഞത്. പക്ഷേ ഈ നൂറ്റാണ്ടിലും പ്രത്യേകിച്ച് സ്ത്രീ സ്വാതന്ത്ര്യമൊക്കെ ഉള്ള ഈ കാലത്തും ഇങ്ങനെയൊക്കെ പറയാൻ മാല പാർവതി പ്രേരിപ്പിക്കുന്നത് എന്ത് എന്ന് മാത്രമാണ് മനസ്സിലാക്കാത്തത്. ഒന്നുമില്ലെങ്കിൽ നിങ്ങളൊരു നടിയല്ലേ,
കുറച്ച് ആളുകളൊക്കെ നിങ്ങളെ അറിയുന്നതല്ലേ. സിനിമയിലേക്കൊക്കെ അഭിനയിച്ച് പുറത്തിറങ്ങി കഴിയുമ്പോൾ എന്താണെങ്കിലും മാലാപാർവതിയോടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ടപ്പെട്ട ആളുകളോടോ ഒക്കെ ആരെങ്കിലും ഈ രീതിയിലുള്ള വർത്തമാനം പറഞ്ഞാൽ മാലാപാർവതി അങ്ങ് ഭൂമിയോളം ക്ഷമിച്ചേക്കുക. ഇതെല്ലാം എന്താണ് പറയുന്നത്, അങ്ങ് കുട്ടിക്കളിയാണല്ലോ. ആ കുട്ടിക്കളിക്ക് നമ്മൾ വെറുതെ ആഹൂ എന്നൊന്നും പറയരുത്. ആരും പരാതി പറയരുത്. ആ പരാതി പറയാതിരിക്കാൻ വേണ്ടിയാണല്ലോ മാലാപാർവതി ആദ്യം നടി ആക്രമിക്കപ്പെട്ട കേസിൽ നടിയോടൊപ്പമാണ് എന്ന് പറഞ്ഞതിന് ശേഷം ഏറ്റവും അവസാനം സുപ്രീം കോടതി വരെ പോയത്. എന്തിനായിരുന്നു അത്? സുപ്രീം കോടതിയിൽ പോകുന്നതിന് എത്ര കാശ് ചെലവുണ്ട് എന്നുള്ള കാര്യമൊക്കെ എല്ലാവർക്കും അറിയാം. അപ്പൊ അങ്ങനെ സുപ്രീം കോടതി പോയി നടിക്കെതിരായി, അല്ലെങ്കിൽ ആ പോയതിൻ്റെ ഉദ്ദേശമൊക്കെ എല്ലാവർക്കും അറിയാം. മാലാപാർവതി, അത് നിങ്ങൾ കണ്ണടച്ച് ഇരുട്ടാക്കാൻ ശ്രമിക്കരുത്. മലയാള സിനിമയിൽ കുറെ ആളുകളൊക്കെ ജീവിച്ചു പൊക്കോട്ടെ. മാന്യമായി ജീവിക്കുന്ന ഒരുപാട് പേരുണ്ട്. ഈ മാന്യമായി ജീവിക്കുന്ന അല്ലെങ്കിൽ മലയാള സിനിമയിലേക്ക് കടന്നു വരുന്ന പുതുമുഖ നായികമാരുടെയൊക്കെ പുറത്തുകൂടി ലോറിയും കാറും ബസ്സും ബുൾഡോസറും ഒന്നും കയറിയിറങ്ങാൻ അവർക്ക് താല്പര്യമുണ്ടാകില്ല. അതുകൊണ്ട് താല്പര്യമുള്ളവർ ഈ ബുൾഡോസറൊക്കെ കയറ്റിയിറക്കട്ടെ. ഇല്ലാത്തവർ സാഗൂതം സിനിമയിൽ അഭിനയിക്കട്ടെ. മാലാപാർവതിയെ പോലെയുള്ള ആർട്ടിസ്റ്റുകളൊക്കെ ഇങ്ങനെ പറഞ്ഞു നടക്കുള്ളൂ കുറെ കാലങ്ങളായി. സ്വന്തം വർഗത്തിൽപ്പെട്ട, സ്വന്തം തൊഴിലിടത്തിൽപ്പെട്ട ഒരാൾക്ക് നേരെ ഉണ്ടായ അതിക്രമത്തിലാണ് മാലാപാർവതി ഇത് പറഞ്ഞത്. കൊള്ളാം മാലാപാർവതി, എന്തായാലും നിങ്ങളുടെ ചങ്കൂറ്റത്തെ സമ്മതിച്ചു വന്നിരിക്കുന്നു.